2025 പ്രവേശിച്ചപ്പോൾ എന്തെല്ലാമായിരുന്നു നമ്മൾ കേട്ടിരുന്നത്? 2025 പ്രവേശിക്കുന്നു, പുതിയൊരു വർഷം നമുക്ക് പുതിയൊരു വഴിത്തിരിവ് നൽകുന്നു. 2025 നമുക്കെന്തെന്നില്ലാത്ത പ്രതീക്ഷകളും കാഴ്ചപ്പാടുകൾ നൽകുന്നു. അതുപോലെ 2025 ഇങ്ങോട്ട് പറന്ന് 2024 നിന്ന് 2025 പറക്കുന്നതിൻ്റെ മുൻപേ എന്തെല്ലാം തോട്ട്സായിരുന്നു അല്ലേ? എന്തെല്ലാം തോട്ട്സായിരുന്നു. പക്ഷെ 2025 ഇങ്ങോട്ട് പ്രവേശിച്ചപ്പോഴോ അവിടെ വെട്ട്, ഇവിടെ വെട്ടിക്കൊല, ഇവിടെ കുത്തിക്കൊല, അവിടെ അങ്ങനത്തെ കൊല, ഒരു ദിവസം പോലും നമ്മൾ കേൾക്കാത്തതുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ എന്നാണ് ഈ കൊലപാതകം ഇല്ലാതാവുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം ഒന്നോ രണ്ടോ കൊലപാതകമാണ് നമ്മൾ കേൾക്കുന്നത്. അവിടെ വെട്ടിക്കൊല, ഇവിടെ. അത് രസമുണ്ട്. മകൻ അച്ഛനെ വെട്ടി, അച്ഛൻ മകനെ വെട്ടി, മകൻ അമ്മയെ വെട്ടി, അമ്മ മകനെ വെട്ടി, അല്ലെങ്കിൽ നെയ്ബർ എന്ത് ചെയ്യുന്നു, അൽവാസ് നെയ്ബേഴ്സിനെ വെട്ടി അല്ലേ? സുഹൃത്തുക്കൾ തമ്മിൽ സംഘർഷം അല്ലേ? വെട്ട് കുത്ത്, ഇത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 2025 അല്ലേ? എന്നാലും ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. 2025 നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. 2025 നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല, നെവർ, ഒരിക്കലും പറ്റില്ല. 2024 ഉള്ള നമ്മുടെ മനസ്സ് 2025 നമ്മൾ പ്രകടിപ്പിക്കുന്നു എന്നത് മാത്രമാണ് അല്ലേ? പലപ്പോഴും പല ആളുകൾ കുറ്റം പറയുന്നത് കേട്ട് 2025 പ്രവേശിച്ചപ്പോൾ പ്രശ്നം മാത്രമാണ് സംഭവിക്കുന്നത്. 2025 പ്രവേശിച്ചപ്പോൾ എന്തെന്നില്ലാത്ത പ്രശ്നം. 2025 പറക്കാൻ പാടില്ലായിരുന്നു, പറക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസും പല ആളുകളുടെയും ഞാൻ കണ്ടു. സുഹൃത്തുക്കളെ, 2025 അല്ല പ്രശ്നം, നമ്മുടെ മനസ്സാണ് പ്രശ്നം. മനസ്സിലായോ? ഒരു വർഷമല്ല പ്രശ്നം. ആ വർഷം നമ്മൾ എന്ത് കാണിച്ചു? ഒന്നും കാണിച്ചില്ല. നമ്മുടെ മനസ്സാണ് കാണിക്കുന്നത്. ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം, ഞാൻ എങ്ങനെ ചിന്തിക്കണം, ഞാൻ എവിടെ പോകണം, ഞാൻ ആരോട് സംസാരിക്കണം, ഞാൻ എന്ത് ധരിക്കണം, ഞാൻ ആരോട് എങ്ങനെ ഇടപഴകണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ മാത്രമാണ്, നിങ്ങളല്ല അല്ലേ? അതുകൊണ്ട് ഞാൻ ഒരാളോട് ഇടപഴകുമ്പോൾ മാന്യമായി ഇടപഴകണം. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കണം. ഞാൻ ഒരാളോട് ഒരാൾക്കൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കണം. ഞാൻ ഒരാൾക്കൊരു വസ്ത്രം കൊടുക്കുമ്പോൾ നല്ല വസ്ത്രം കൊടുക്കണം. ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നത് നല്ല അറിവായിരിക്കണം. ഞാൻ ഒരാൾക്ക് എൻ്റെ സ്നേഹമാണ് ഞാൻ കൊടുക്കേണ്ടത്. എപ്പോഴും കൊടുക്കേണ്ടത് എന്താണ്? പോസിറ്റീവാണ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ കൊടുക്കുന്നതോ ലഭിക്കുന്നതോ നെഗറ്റീവാണ്. നമുക്ക് ധാരാളം നെഗറ്റീവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കൊടുക്കുന്നത് നെഗറ്റീവായിരിക്കും. നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിൽ എന്തായിരിക്കും? പ്രശ്നങ്ങളായിരിക്കും നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് 2024 അല്ലെങ്കിൽ ആ വർഷങ്ങൾക്ക് മുൻപോ ഓരോ ആളുകളിലും കുടിയേറിയ വ്രണപ്പെട്ട, അതായത് മലിനമായ അതായത് വിഷലിപ്തമായ ചിന്തകളും വിഷലിപ്തമായ അറിവുകളും കാരണമാണ് ഇത്രയും കാലമുള്ള ഇവരുടെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അല്ലേ? ഈ ഒരു കാലത്ത് ആളുകൾക്ക് മനസ്സൊന്ന് പിടിച്ചു നിർത്താനോ, മനസ്സൊന്ന് ഒന്ന് ചഞ്ചലമായി കഴിഞ്ഞാൽ മനസ്സിനെ ഒന്ന് താങ്ങി നിർത്താൻ ആർക്കും സാധിക്കുന്നില്ല. മനസ്സങ്ങോട്ട് പുറപ്പെടുവിച്ച് കളിയാണ്. ഒന്നിക്കൽ വെട്ടിന് വെട്ട് അല്ലെങ്കിൽ കുത്തിന് കുത്ത് അല്ലേ? സ്ത്രീകൾക്കെതിരെ പീഡനങ്ങൾ സംഭവിക്കുന്നു, കുട്ടികൾക്കെതിരെ അക്രമങ്ങൾ സംഭവിക്കുന്നു. ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. ഈ അക്രമങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ സംഭവിച്ചിട്ട് ഓരോ ആളുകളെയും പിടിച്ചു കൊണ്ടുപോകുന്നു. ഇവർ കുറച്ച് കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ? മരിച്ചുപോയ ആളുകൾ മരിച്ചുപോയി. അവർക്ക് അവരുടെ വിലപ്പെട്ട സമയം അല്ലെങ്കിൽ വിലപ്പെട്ട ജീവിതം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു. നിങ്ങളിത് ചിന്തിച്ചു നോക്കൂ. അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? അവരുടെ വിലപ്പെട്ട ജീവിതം. ഒരാൾ ഒരു അക്രമം നടത്തുമ്പോൾ ആ അക്രമിയെ പിടിക്കുകയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും കർശനമായിട്ടുള്ള ശിക്ഷയും നൽകുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരാളെ കൊന്നു, ഒരാളെ ആക്രമിക്കുന്നു, ആ വ്യക്തി പിടിച്ചു കൊണ്ടുപോകുന്നു, താൽക്കാലികമായി അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ പുറത്തേക്ക് വിടുന്നു. ആ വ്യക്തി വീണ്ടും ഇതേ അവസ്ഥ അതേ ഒരു കാര്യം വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഒരു സമാധാനമായ ജീവിത അന്തരീക്ഷമല്ലേ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ? അതുകൊണ്ട് ഒരിക്കലും 2025 ഒരിക്കലും കുറ്റം പറയരുത് കേട്ടോ. 2025 നമ്മെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ചിന്താഗതി, നമ്മുടെ മനസ്സ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആരോഗ്യമാണ് അല്ലേ? നമ്മുടെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യമാണ്. ഈ ആരോഗ്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? താങ്ങി നിർത്തുകയും
നമ്മൾ ആരോഗ്യം അല്ലേ, ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ആരോഗ്യമുള്ള ശരീരം അത്യാവശ്യത്തിന്, പക്ഷേ ആരോഗ്യമുള്ള മനസ്സ് അല്ലേ. സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങളുടെ എന്താ പറയുക, ലഹരി പദാർത്ഥങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുഞ്ഞു കുട്ടികളിലാണ് ഈ സംഭവങ്ങൾ എത്തുന്നത് അല്ലേ. ഓരോ കുഞ്ഞു കുട്ടികളിലും ഇത്തരം ലഹരികൾ എത്തിപ്പെടുന്ന സമയത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് കുട്ടികൾക്കെതിരെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾ ഇങ്ങനെ ഒരു പ്രകടനം അല്ലേ, കുട്ടികളിൽ നിന്ന് ഇത്തരം ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് തുടക്കം നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ അതിനെ നിയമപാലകരെ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ ഈ കുട്ടി ലഹരി പദാർത്ഥത്തിൽ അടിമയായിട്ടായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ അറിയുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ കുട്ടികളിൽ നിന്ന് പിൻവാങ്ങാൻ പറയുമ്പോൾ ഈ കുട്ടി ഒരിക്കലും അനുസരിക്കില്ല കേട്ടോ. ഈ കുട്ടിക്ക് ഇത് ലഹരി എന്താ പറയുക ശരീരത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങളെ മോട്ടിവേഷനോ നിങ്ങളുടെ വാക്കോ ആ കുട്ടിയൊന്നും പെട്ടെന്നൊന്നും ചെവി കൊള്ളില്ല. അങ്ങനെ എത്രയോ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു, എത്രയോ രക്ഷിതാക്കൾ പ്രശ്നത്തിലാകുന്നു. എത്രയോ രക്ഷിതാക്കളുടെ പ്രതീക്ഷയാണ് ഒരു രക്ഷിതാവ് ഒരു കുട്ടിയെ വളർത്തി വലുതാക്കുമ്പോൾ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു രക്ഷിതാവ് ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന സമയത്ത് ആ രക്ഷിതാവിന് എന്തെല്ലാം പ്രതീക്ഷകളുണ്ടായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരിക്കും. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ എങ്ങോട്ട് പോകുന്നു? അതൊക്കെ കാറ്റിൽ അസ്തമിച്ചു ഒരു കാറ്റിൽ എന്താ പറയുക ഒരു സ്വപ്നമായി മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു കുട്ടിയും, നിങ്ങൾ കുട്ടികളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാകാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, ലഹരി പദാർത്ഥത്തിന് അടിമയാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, അറിവിൻ്റെ സമ്പാദ്യം നിങ്ങൾ ശേഖരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നല്ലൊരു ജീവിതമാണ്. അല്ലെങ്കിലോ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഒരു നരകതുല്യമായ ജീവിതമാണ്. നരകതുല്യമായ ജീവിതമാണോ നല്ലൊരു ജീവിതമാണോ നിങ്ങൾക്ക് വേണ്ടത്? എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിത്വമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകുക. പുതിയ പുതിയ പുസ്തകങ്ങളും പുതിയ അറിവിൻ്റെ എന്താ പറയുക അറിവിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുക. മറ്റുള്ള ആളുകൾ എന്തോ ചെയ്തോട്ടെ, മറ്റുള്ള ആളുകളെ നിങ്ങൾ പിന്തുടരേണ്ട ആവശ്യമില്ല.